ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതേച്ചൊല്ലി പാർലമെൻറ്റിൽ പോലും ചില സംസാരങ്ങൾ നടന്നു. അഖിലേഷ് യാദവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അമിത്ഷാ പറഞ്ഞത് 13 കോടി പ്രവർത്തകരിൽ നിന്നാണ് ഞങ്ങൾക്ക് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. ഇപ്പോഴിതാ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില പേരുകൾ പരിഗണിക്കപ്പെടുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് സാർ വിശദാംശങ്ങൾ? ആരായിരിക്കും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ? ആർക്കാണ് ആ ഭാഗ്യം ലഭിക്കുക? ഈ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനെ തീർച്ചപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ എന്ത് കാര്യത്തിന് ബഹളം? അത് ഒരു പാർട്ടിക്കകത്തുള്ള കാര്യമല്ലേ, മറ്റ് പാർട്ടിക്കാർക്ക് അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. രാജ്യത്തൊരു പ്രധാനമന്ത്രി ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെൻറ്റിൽ അത് ഇന്ത്യയിലെ ഏത് പൗരനും അത് അന്വേഷിക്കാം, ചോദിക്കാം. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അധ്യക്ഷനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരന്വേഷിക്കും? കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ അന്വേഷിക്കട്ടെ. അവരുടെ വീട്ടിലെ കാര്യങ്ങളിൽ നമ്മളെന്തിനാണ് ഇടപെടുന്നത്? രാഷ്ട്രീയ എതിരാളികൾ അതിനെ ഒരു ആയുധമാക്കണമെന്നുണ്ടെങ്കിൽ അത് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുമായിരിക്കണം. ഇതെന്ത് കാര്യത്തിനാണ്? എനിക്കതിനകത്ത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പിന്നല്ല, ഇപ്പൊ AICC സമ്മേളനം നടന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് ജയിച്ച ആ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധി, അവരവിടെ ഇല്ലായിരുന്നു. നമുക്കെന്താ ഇല്ലാത്തത്? അതിലൊന്നും നമ്മൾ യോജിക്കത്തില്ല. അവർ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു, പക്ഷേ അവരവിടെ ഇല്ലായിരുന്നു. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട. രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്തെ കാര്യങ്ങളൊന്നും നേരാമണ്ണം നോക്കുന്നില്ല. നമുക്കെന്താ? പ്രശാന്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കട്ടെ, പ്രശാന്താണ്. പ്രശാന്ത് നോക്കുന്നതെന്ന് പറഞ്ഞ് ഞാനെന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ബി.ജെ.പി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ആര് വരണമെന്നുള്ളത് അതിൻ്റെ ക്രമമനുസരിച്ച് അവർ തീരുമാനിക്കും. അല്ലാതെ ഇത് നാളെ ഒരുത്തനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്നയാളെ ഞങ്ങളെടുത്ത് സ്ഥാനാരോഹണം നടത്തുകയാണ് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. 2014 മുതൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിനു മുമ്പ് ഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ 14 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അല്ലേ അത് കാര്യങ്ങൾ തീർച്ചപ്പെടുത്താൻ അവർക്ക് തക്ക പ്രാപ്തിയുണ്ട്. ഇപ്പൊ അമിത്ഷാ പറഞ്ഞത് എന്താണ്? 13 കോടി പ്രവർത്തകരിൽ നിന്നാണ് അഭിപ്രായം സ്വരുക്കൂട്ടിക്കൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് ബി.ജെ.പി കാര്യങ്ങൾ മുഴുവൻ തീർച്ചപ്പെടുത്തുന്നത് RSSുമായിട്ടും കൂടെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ്. പരിവാർ സംഘടനകളുമായിട്ടെല്ലാം ആലോചിക്കും. BMS, VHP ഒക്കെ അവർ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അങ്ങനല്ലേ? സ്ഥാനാർത്ഥി നിർണയത്തിലും ഒക്കെ RSSന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായം മുഖവിലേക്ക് എടുക്കുകയും ചെയ്യും. അല്ലാതെ വേറൊരു വഴി കൂടെ അല്ലല്ലോ. തീർച്ചയായിട്ടും അഭിപ്രായങ്ങളിൽ ഒരു സമന്വയം ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ CPMന്റെ ഇപ്പൊ പിണറായി വിജയൻ ഭരിക്കുന്നു, AKI സെന്ററിൽ നിന്ന് സെക്രട്ടറി പറയുന്നതും കേൾക്കുമല്ലോ. സെക്രട്ടറി പറയുന്നത് കേൾക്കാറില്ല, അത് വേറെ കാര്യം. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ഇപ്പം നമ്മളിതൊക്കെ പറയുമ്പോഴും CPMലാണ് ഈ താഴെ തട്ടിൽ നിന്ന് കൃത്യമായിട്ട് ഈ സംഘടനാ തലത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ നടന്ന് പേരിനെങ്കിലും ഒരു തിരഞ്ഞെടുപ്പൊക്കെ നടന്ന ആൾക്കാരെ നിശ്ചയിച്ചു വരുന്നത്. മറ്റു പാർട്ടികളിലൊക്കെ മുകളിൽ നിന്ന് ആൾക്കാരെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ നമുക്കറിയാം അങ്ങനെയാണ്. അതൊക്കെ അവരുടെ ഒരു രീതിയാണ് എന്ന് കരുതി പോകാനേ കഴിയുള്ളൂ. ഇപ്പം ബി.ജെ.പിയുടെ തന്നെ ഈ പല സംസ്ഥാനങ്ങളിലും അധ്യക്ഷന്മാരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ സമീപ സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ കടന്നു, തമിഴ്നാട്ടിൽ അണ്ണാമലൈ മാറി പുതിയ നാഗേന്ദ്രൻ ഈ കഴിഞ്ഞ സമീപ സമയത്താണ് എടുത്തത്. അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ചില സംസ്ഥാനങ്ങളിൽ, ഇനി ഏതാണ്ട് ഒരു 4 സംസ്ഥാനങ്ങളിൽ അധ്യക്ഷ നിയമനം പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. അതിന് ചില പേരുകൾ RSS നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ സുരേന്ദ്രൻ മാറുന്നു, സുരേന്ദ്രനെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഏറെ ചർച്ച ചെയ്തല്ലോ. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും വരുന്നത്. പരിഗണിക്കപ്പെട്ട പേരുകളിൽ ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ, മറ്റൊന്ന് MT രമേശ്. അങ്ങനെ നീണ്ടുപോയി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഓരോ മണ്ഡലങ്ങളിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ആദ്യം പരക്കാറില്ലേ? അതുപോലെയൊക്കെ തന്നെ ഇവിടെയും
ഉണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ ഇനിയും ചില സംസ്ഥാനങ്ങളിൽ നിയമനം പൂർത്തിയാക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരികയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ BJP RSS ആശയവിനിമയം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അതുപോലെ തന്നെ പല പേരുകൾ ഉയരുന്നുണ്ട്. ചില BJP നേതാക്കൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉയർത്തുന്നുണ്ട്. അതായത് ഒന്ന്, OBC വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരണം. രണ്ട്, തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ആകണം. മൂന്ന്, ദളിത് വിഭാഗത്തിൽ നിന്ന് അതും ഉയർത്തുന്നുണ്ട്. ഇത് ചില BJP നേതാക്കൾ ഉയർത്തുന്ന കാര്യമാണ്. ഇതെല്ലാം പരിഗണനയിൽ ഉണ്ടെന്നുള്ളതാണ്. അതും കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പേര് വരുന്നത്, ഇത് BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലർക്കും ഇതെന്താ നിങ്ങൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയും. പക്ഷേ അതീവ രഹസ്യമാണ് BJPയുടെ കാര്യങ്ങളൊക്കെ. അത് ഈ പൊതുവെ RSSന്റെ ഒരു സംസ്കാരം തന്നെ അങ്ങനെയാണ്. അവർ പുറത്ത് പറയുമ്പോഴേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുള്ളൂ. ഈ അതീവ ചിട്ടയല്ലേ ഇക്കാര്യത്തിനകത്ത് അവരുടെ ആ ചിട്ടയായ പ്രവർത്തനമാണ്. ഈ കോൺഗ്രസ്സിനകത്താണെങ്കിൽ ആരാ എന്താ വരുന്നതെന്നൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് എടുത്തിട്ട് തെരുവിലിട്ടല്ലേ അലക്കുന്നത്. BJPയുടെ കാര്യത്തിനകത്ത് അത് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ RSS കാര്യത്തിനകത്ത് BJPയുമായിട്ട് ആശയവിനിമയം നടന്നു. അല്ലാതെ RSS കൊടുക്കുന്ന പേരുകൾ തന്നെ എടുക്കണം എന്നുള്ളതല്ലല്ലോ എടുക്കുന്നത്. എന്തായാലും ശക്തനായിട്ടുള്ള ഒരാളെ തന്നെ അമരത്ത് കൊണ്ടുവരും. കാരണം 3 തവണയായിട്ട് രാജ്യം BJPയുടെ കൈകളിലാണ്. ഇനിയും അത് തുടരുക മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ. അതെ, പ്രത്യേകിച്ചും തമിഴ്നാട്, കേരളം, അതുപോലെ തന്നെ ബംഗാൾ, ഇങ്ങനെയുള്ളിടങ്ങളിൽ. ബംഗാളിലെ സംബന്ധിച്ചിടത്തോളം പൊരിഞ്ഞ അവിടെ തൃണമൂലം BJPയുമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഇനിയിപ്പം ഒരു 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇറക്കിയത് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിൽ പിന്നെ BJPക്കകത്ത് ചില വിഭാഗീയതകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകാം. ഇത് മാറിയിട്ട് സുരേന്ദ്രനെ മാറ്റി ശോഭാ സുരേന്ദ്രനെ എടുത്താൽ പോലും അവിടെയും പിന്നെയും ഈ വിഭാഗീയത തുടരും എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുസമ്മതനായ ഒരാളെ ഇങ്ങോട്ടേക്ക് ഇറക്കിയത്, രാജീവ് ചന്ദ്രശേഖരൻ. അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴത്തേക്കും ഈ വിഭാഗീയതയൊക്കെ കളിച്ചവരെല്ലാം അതെല്ലാം ഒഴിവാക്കി പത്തി മടക്കി രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടക്കീഴിൽ അണിനിരന്നിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എല്ലാവരും വിചാരിച്ചു രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല, കച്ചവടക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ഇവിടെയും ഇവർ BJP RSS ആശയവിനിമയമൊക്കെ നടത്തിയിട്ട് പല പേരുകളാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി, വളരെ മികച്ച ഒരാളല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. അതിലും പ്രധാനമായിട്ട് വരുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പേരാണ്. അത് RSS മുന്നോട്ട് വയ്ക്കുന്ന ഒരു കരുത്തനായ ഒരു അധ്യക്ഷനായ പേരാണ്. ഭാവി പ്രധാനമന്ത്രി എന്ന് പോലും കരുതപ്പെടുന്ന നമുക്ക് പിന്നെ പരിഗണനയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. അപ്പം കൂടുതലും യോഗിക്ക് സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു BJPക്ക് ഒന്നും കൂടി അതിൻ്റെ ഒരു കാര്യങ്ങളിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് വളരെ നിർണായകമാണ്. പല സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ കേന്ദ്രത്തിലും അധികാരത്തിൽ തുടരണം. കാരണം കോൺഗ്രസ് മുക്തഭാരതമാക്കുക എന്നുള്ളതൊരു പ്രഖ്യാപിത നയമായിട്ട് BJP സ്വീകരിച്ചു. അത് ഏതാണ്ട് പ്രാവർത്തികമായി വരികയാണ്. ഇനി ഒരിക്കലും തല ഉയർത്താൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് പോകണം എന്നാണ്. അപ്പോൾ യോഗിയെ പോലുള്ള ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ, യോഗിയുടെ പേര് പല കാരണങ്ങളാൽ പലയിടത്തും ഇപ്പോൾ അറിയപ്പെടുന്നുണ്ടല്ലോ. കുംഭമേള കഴിഞ്ഞപ്പോഴത്തേക്കും യോഗിയുടെ ഗ്രാഫ് വല്ലാതെ ഉയർന്നു എന്നുള്ളതാണ്.
അപ്പോൾ എന്തായാലും BJP-യുടെ ഒരു ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരും കാത്തിരിക്കുന്നത് ആ പാർട്ടിയെ അത്രത്തോളം അവർ വിലമതിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പാർട്ടിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരോ ആയിപ്പോട്ടെ എന്നല്ലേ. അപ്പോൾ എതിരാളികളും കാക്ഷിക്കുന്നത് ഇവരെ ബഹുമാനിക്കുന്നു എന്നുള്ള രീതിയിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരിക്കാം ആരാണ് വരുന്നതെന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.